നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഒരു വീഡിയോ ലുലു മാളിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. പ്രധാനമായും കോട്ടയത്തെ ലുലു മാളിന്റെ അപ്ഡേറ്റ് ഉണ്ട്, അതുപോലെ തിരുവനന്തപുരം ലുലു മാളിലുള്ള വൻ ഓഫറുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കൊല്ലത്തും അതുപോലെ ബാക്കി കുറെ സ്ഥലങ്ങളിൽ ലുലു മാൾ വരുന്നുണ്ട്, അതിന്റെ കുറെ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടയത്തെ പുതിയ ലുലു മാളിന്റെ ഉദ്ഘാടനം 14-ാം തീയതിയാണ് നടക്കുന്നത്. അതായത് നാളെ. കേരളത്തിലെ 5ാമത്തെ ലുലു മാളാണ് MC റോഡിന് സമീപം മണിപ്പുഴയിൽ കോട്ടയത്ത് നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ കൊച്ചി, തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് നഗരങ്ങളിലാണ് ലുലുവിന് സ്വന്തമായിട്ട് മാളുകളുള്ളത്. അതിൽ കൊച്ചിയും തിരുവനന്തപുരത്തെയാണ് വലിയ മാളുകൾ. ബാക്കി പാലക്കാട്, കോഴിക്കോട്, ഇപ്പോൾ ഈ പറഞ്ഞ കോട്ടയത്തൊക്കെ മിനി മാളുകളാണ്. എങ്കിൽ കൂടെയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മിനി മാളെന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാ സൗകര്യങ്ങളും ലുലു ഗ്രൂപ്പ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഫാഷൻ സ്റ്റോർ, ലുലു കണക്ട്, ലുലു ഫുഡ് കോർട്ട്, ഫൺറ്റ്യൂറ എന്നിവയെല്ലാം കോട്ടയം മാളിൽ സജ്ജമായിട്ട് കഴിഞ്ഞു. 2.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ പണിത മാളിൽ 1.4 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയിരിക്കും ശ്രദ്ധാകേന്ദ്രം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ലുലു ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ കോട്ടയംകാരുടെ ക്രിസ്മസ് അടിപൊളിയായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കോട്ടയംകാർക്ക് മാത്രമല്ല, തൊട്ടടുത്ത ജില്ലകളായ ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലുള്ളവർക്കും കോട്ടയം ലുലു മാൾ ഇത്തവണ ഒരു ഷോപ്പിംഗ് അനുഭവം തന്നെയായിരിക്കും. അതേസമയം കേരളത്തിലെ ഏറ്റവും വലിയ മാൾ എന്ന സവിശേഷതയുമായി 3 വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം ലുലു മാൾ പ്രവർത്തനം ആരംഭിച്ചത്. 2000 കോടി രൂപ നിക്ഷേപത്തിൽ മൊത്തം 2 ലക്ഷം ചതുരശ്ര അടി ബിൽറ്റപ്പ് ഏരിയയിലായി പരന്നുകിടക്കുന്ന ലുലു മാളിൽ ദിനംപ്രതി ആയിരക്കണക്കിന് പേരാണ് സന്ദർശനം നടത്തുന്നത്. സമീപ ജില്ലകളിൽ നിന്ന് മാത്രമല്ല, അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുവരെ തിരുവനന്തപുരം ലുലു മാളിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വർഷത്തിൽ മാത്രം 2.2 കോടി ആളുകളാണ് തിരുവനന്തപുരം മാൾ സന്ദർശിച്ചതെന്ന കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ തലസ്ഥാന നിവാസികളുടെ ഷോപ്പിംഗ് സംസ്കാരത്തെ സമൂലമായ രീതിയിൽ മാറ്റിമറിക്കാൻ ലുലു മാളിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മാളിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ്. നോൺ സ്റ്റോപ്പ് സെലിബ്രേഷൻ, നോൺ സ്റ്റോപ്പ് പ്രൊമോഷൻസ് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഓഫർ മേളയിൽ പല ഉൽപ്പന്നങ്ങളും 50% വരെ വിലക്കിഴിവിൽ ലഭിക്കും. ഏതൊക്കെ ഉൽപ്പന്നങ്ങളായിരിക്കും ഓഫർ വിലയിൽ ലഭിക്കുക എന്നുള്ളത് അടുത്ത ദിവസം തന്നെ വ്യക്തമാകും. ലുലു ഹൈപ്പർ മാർക്കറ്റിന് പുറമെ ലുലു ഫാഷൻ സ്റ്റോർ, ലുലു കണക്ട് എന്നീ വിഭാഗങ്ങളിലെല്ലാം ഓഫർ വിലയിലായിരിക്കും വിൽപ്പന. വാർഷികത്തോടനുബന്ധിച്ച് പർച്ചേസ് നടത്തുന്നവർക്കായി വലിയ സമ്മാന പദ്ധതികളും ലുലു തിരുവനന്തപുരം ഒരുക്കിയിട്ടുണ്ട്. സ്വർണ്ണ നാണയം, ഗിഫ്റ്റ് കാർഡ് എന്നിവയ്ക്ക് പുറമെ 1 വർഷം ലുലുവിൽ ഫ്രീ ഷോപ്പിംഗ് നടത്താനുള്ള ഭാഗ്യസമ്മാന ജേതാക്കളെയും കണ്ടെത്തും. ഡിസംബർ 13, 14, 15 തീയതികളായി നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് മഹോത്സവത്തിനോടനുബന്ധിച്ച് പുലർച്ചെ 2 മണിവരെ മാൾ പ്രവർത്തിക്കും. അതേസമയം കോട്ടയം മാൾ തുറക്കുന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ മറ്റൊരു സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിനും ലുലു ഒരുങ്ങുകയാണ്. കൊല്ലം ജില്ലയിലേക്കാണ് ലുലു അടുത്തതായി കാൽവെക്കുന്നത്. കോട്ടയത്ത് ആരംഭിക്കുന്ന ലുലു ഡെയിലിയുടെ അപ്ഡേറ്റുകൾ ലുലു ഗ്രൂപ്പ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഔദ്യോഗികമായി പുറത്തുവിട്ടു കഴിഞ്ഞു. ഉദ്ഘാടന തീയതി ഉടൻ അറിയിക്കും. പുതുവത്സര സമ്മാനമായി ലുലു ഡെയിലി തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ആധുനിക പതിപ്പായ ലുലു ഡെയിലി കൊല്ലത്തെ ഡ്രീംസ് മാളിലാണ് ആരംഭിക്കുന്നത്. സ്ഥാപനത്തിലേക്കുള്ള ജീവനക്കാരുടെ റിക്രൂട്ട്മെന്റ് ലുലു നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. എങ്കിലും നിരവധി അവസരങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരിട്ടും അല്ലാതെയും 500 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കൊച്ചിയിലെ പ്രസ്റ്റീജ് ഫോറം മാളിലായിരുന്നു കേരളത്തിലെ ആദ്യ ലുലു ഡെയിലി പ്രവർത്തനം ആരംഭിച്ചത്. ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ലുലു ഡെയിലിയിൽ സജ്ജമാക്കുക. ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണിക്കൊപ്പം കാർഷിക മേഖലയിൽ നിന്ന് നേരിട്ട് സംഭരിച്ച പച്ചക്കറി, പഴം, പാൽ ഉൽപ്പന്നങ്ങൾ, ഇറച്ചി, മീൻ സ്റ്റാളുകൾ എന്നിവയും ലുലു ഒരുക്കും. അതേസമയം പത്തനാപുരത്തേക്ക് ലുലു എത്തിക്കാനുള്ള ശ്രമം സ്ഥലം MLA കൂടിയായ KB ഗണേഷ് കുമാർ ശക്തമാക്കിയിട്ടുണ്ട്. പത്തനാപുരത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിനുള്ള സാധ്യതകൾ തേടുകയാണെന്ന് മന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. ലുലു ഗ്രൂപ്പുമായി ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടന്നു കഴിഞ്ഞു. 98% ഇത് വിജയകരമാകാനാണ് സാധ്യത. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.